അതെ, ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഹെൽത്തി ചിക്കൻ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി ചിക്കൻ ആണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചിക്കൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജിമ്മിൽ പോയി ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷൻ ആണ്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് ഈ റെസിപ്പി. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ ഓവനും വേണ്ട, എയർ ഫ്രയറും വേണ്ട, വളരെ സോഫ്റ്റ് ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി മസാലയാണ്. അപ്പൊ നമുക്ക് ചടപടയും തയ്യാറാക്കിയാലോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 3ആയി മുറിച്ചതും, ഒരു 5-6 ചോള വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഹൈ പ്രോട്ടീന്റെ കേടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ പീസസ് എല്ലാം ഞാൻ ബിരിയാണി പീസസിന്റെ അളവിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. 6 പീസസ് ഉണ്ട്. അപ്പൊ അതിന്റെ അളവാണ് ഞാനിപ്പോ കാണിച്ചത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഓയിൽ ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഗ്രില്ല് പോലെ ആയി കിട്ടാനും മസാലകളെല്ലാം ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം നല്ലപോലെ തിരുമ്പി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം ഞാനിവിടെ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. സമയമില്ലാത്തവർ ഒരു 15 മിനിറ്റ് എങ്കിലും വെച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും വരും. അപ്പൊ ഞാനിവിടെ ഒരു അരമണിക്കൂർ അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുക്കറിലാണ് ഞാനിതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. കുക്കറിലേക്ക് പീസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് ഒറ്റ വിസിൽ, ജസ്റ്റ് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും പ്രഷർ എല്ലാം കളഞ്ഞിട്ട് എടുക്കും. കാരണം നമുക്ക് അതിന് ശേഷം നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളതാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ട് എടുത്തത്. ഇതാ നോക്കിയേ, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലപോലെ ഗ്രില്ലായിട്ട് കിട്ടും. അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ പ്രഷർ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിക്കന്റെ വേവ് കൂടിപ്പോകും. ഒട്ടും ഓയിൽ ചേർക്കാത്തത് കൊണ്ട് ഇടക്കൊന്ന് നോക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മെല്ലെ ഗ്രില്ലാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോ ഞാൻ ആ വശം കൂടി തിരിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നോക്കിയേ, നമ്മുടെ ചിക്കൻ എല്ലാം നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട്. മസാലയുടെ മണമൊക്കെ ഇങ്ങ് അടിച്ചു കയറുന്നുണ്ട്. ഒട്ടും ഓയിൽ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഗ്രിൽഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അകത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ സർവ് ചെയ്യുന്നത് മയോണൈസ് ആണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മയോണൈസ് ആണ്. അതിന്റെ റെസിപ്പി ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.